ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഉണക്കച്ചെമ്മീൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് അല്ലേ? ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ഉണക്കച്ചെമ്മീൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് ഫ്രൈ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അതായത് മലയാളികളുടെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടൊരു സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണക്കച്ചെമ്മീൻ വെച്ച് നോക്കാം. അതായത് ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പം ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ 100 ഗ്രാം ഉണക്കച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി വൃത്തിയാക്കി വന്ന ചെമ്മീൻ പാക്കറ്റായിരുന്നു. നമുക്കെങ്കിലും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഞാനൊരു പാനിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഞാനിപ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ നമുക്ക് കൈവച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓൾറെഡി ഇത് വൃത്തിയാക്കി വന്ന ചെമ്മീനാണ്. എങ്കിലും നമ്മൾ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ്, ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുവാണ്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു 1.5 സവോള, അതൊരു ചെറിയ സവോളയാണ്, 1.5 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം വലിയ സവോളയാണെങ്കിൽ ഒരു സവോളയാണെങ്കിലും മതിയാകും കേട്ടോ, കാരണം 100 ഗ്രാം ചെമ്മീനല്ലേ ഉള്ളൂ. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനിയിപ്പോൾ ചെറിയൊരു തക്കാളി ക്യൂബ്സാക്കി അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ചെറിയ പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നീളത്തിലോ വട്ടത്തിലോ അരിയാം. ഞാൻ അവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും എടുത്തിട്ടുണ്ട്. അതുപോലെ വാളംപുളിയുടെ വെള്ളവും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രധാന ഐറ്റംസ്. ഇനി നമുക്കൊരു പാത്രം ചൂടാനായിട്ട് വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂണിൽ താഴെ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് മൂന്നും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടം വരെ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പച്ചമുളക് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. സവോള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. സവോളയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റോസ്റ്റിന് നല്ലൊരു കളറും കൂടെ കിട്ടും കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ.
ആ മസാലയുടെ ഒക്കെ, അതായത് മഞ്ഞൾപ്പൊടിയുടെ അതുപോലെ തന്നെ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ 1/4 കപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയൊരു തിള വരുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഉണക്കച്ചെമ്മീനിലേക്ക് നമ്മുടെ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാവും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്കൊരു 2.5 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി തക്കാളി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ മാക്സിമം പുളിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ചൊരു 5-6 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ കുറച്ച് കപ്പപ്പുഴുക്കും അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും അതുപോലെ കുറച്ച് മീൻചാറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ വേന ഉണ്ടോ, നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ കപ്പയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മീൻചാറും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. കൊള്ളാം. ആ പുളി ഒരു എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. ഞാൻ കപ്പയിലൂടെ ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ, അടിപൊളി ടേസ്റ്റ് കേട്ടോ കപ്പയിലൂടെ. കപ്പയിലൂടെ നിങ്ങൾക്ക് ഉണക്കച്ചെമ്മീൻ ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ മീൻചാറിനോടെ കൂട്ടി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ഉറപ്പായിട്ടൊന്ന് വെച്ച് നോക്കുക. നമ്മളല്ലാതെ സാധാരണ ഫ്രൈ ചെയ്ത് എടുക്കാറുണ്ടല്ലോ, റോസ്റ്റ്, അതായത് ഒട്ടും ഗ്രേവി ഇല്ലാതെ നമ്മൾ എടുക്കാറുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കപ്പയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കപ്പയുടെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ല.
പക്ഷേ ഇത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മീൻചാറും കൂടെ വന്നത്തേക്കും അടിപൊളി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. സൂപ്പർ.